ഏദൻ തോട്ടത്തിൽ ഒരു പോരാട്ടം, സാത്താനും ആദ്യ മനുഷ്യനുമായിട്ട്. പോരാട്ടം ഇത്രയേ ഉള്ളൂ. ദൈവം പറഞ്ഞതാണോ വിശ്വസിക്കുന്നത്, സാത്താൻ പറയുന്നതാണോ വിശ്വസിക്കുന്നത്? ആദാമിന്റെ ഭാര്യ ഹവ്വ കണ്ടു, നോക്കി, മനസ്സുകൊണ്ട് ചിന്തിച്ചു, തിരഞ്ഞെടുത്തു. സാത്താൻ പറയുന്നതാണ് ശരി. തോറ്റുപോയി, പറുദീസ നഷ്ടപ്പെട്ടു. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് പുറന്തള്ളപ്പെട്ടു. പുതിയ നിയമത്തിൽ മതത്തിന്റെ ഉപദേഷ്ടാവ് നിക്കോദമോസ് യേശുവിന്റെ അടുക്കെ വന്നു, പറഞ്ഞു, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കെ വന്ന ഉപദേഷ്ടാവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ ഉപദേശത്തിലൂടെ നടക്കുന്നത്. മനസ്സിലായോ? ഉപദേശത്തിലൂടെ കാര്യങ്ങൾ നടക്കും. പൗലോസ് അത് കൺഫേം ചെയ്തു പരിശുദ്ധാത്മാവിൽ. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യേശു പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡം. ആദാമിൽ നിന്ന് ജനിച്ച പഴയ മനുഷ്യൻ നിന്നിലുണ്ട്, അതാണ് നീ. ആത്മാവിനാൽ ജനിച്ച ആത്മാവ് നീയാകണം, ബോൺ അഗെയിൻ ആകണം, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാകണം. അങ്ങനെ ജനിച്ചാൽ മേലിൽ നിന്ന് വരുന്നവൻ, ഉയരത്തിൽ നിന്ന് വരുന്നൊരാലോചന വരും. അതെല്ലാവർക്കും മീതെയുള്ളതാണ്. പഴയ ആലോചന വരും, പഴയവൻ കൊണ്ടുവരും, അത് ഭൗമികമാണ്. മേകളിൽ നിന്ന് വരുന്നവൻ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുന്ന ആലോചന എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കും. എന്നാൽ അവന്റെ സാക്ഷ്യം എല്ലാവരും കൈക്കൊള്ളുന്നില്ല. ഹവ്വ കൈക്കൊള്ളാഞ്ഞതുപോലെ കൈക്കൊള്ളുകയില്ല. കാരണം അത് കണ്ടു വിശ്വസിക്കേണ്ടതല്ല, തൊട്ട് വിശ്വസിക്കേണ്ടതല്ല, അത് കേട്ട് വിശ്വസിക്കേണ്ടതാണ്. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടും. ദൈവം സത്യവാൻ, വചനം സത്യം എന്ന് മുദ്രയിടുന്ന ലെവലിലേക്ക് ഒരുത്തൻ മാറിയവനാണ് ബോൺ അഗെയിൻ മാൻ. അവനാണ് വീണ്ടും ജനിച്ചവൻ, അവനാണ് പുതിയ മനുഷ്യനിൽ ജീവിക്കുന്നവൻ, അവനാണ് ജയാളി, അവനാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അവനാണ് സഭയുടെ പ്രതീക്ഷ, അവനാണ് സഭയിലൂടെ ലോകത്തെ വാഴുന്നത്. അനുഗ്രഹമാകുന്നത് ജാതികൾക്കും അയൽക്കാർക്കും നാട്ടുകാർക്കും അനുഗ്രഹമാകുന്നത് അവനാണ് സഭയിലൂടെ.